ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. കൂട്ടായിൽ അജ്ഞാതജീവി വളർത്തുമൃഗങ്ങളെ കടിച്ചുകൊന്നു. കൂട്ടായി മംഗലം പാലത്തിന് സമീപത്തെ പുതിയോട്ടിപ്പറമ്പിൽ ബീബാത്തുവിൻ്റെ വീട്ടിലെ ഗർഭിണികളായ 2 ആടുകളെയാണ് അജ്ഞാതജീവി കടിച്ചു കൊന്നത്. കാലും തലയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ടൂൾ മാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ, ചമ്മറവട്ടം റോഡ്, ആലത്തിയൂർ. ഇതിന് ഞങ്ങൾ കൂട് തുറന്ന് നോക്കുമ്പോൾ രാവിലെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കണ്ടോക്കുമ്പോൾ 2 കടിച്ചും ഇറച്ചികളൊക്കെ മുഴുവൻ തിന്നു ഇട്ടിക്കണ്. സാധാരണ നമുക്കിത് കാണാൻ പറ്റണില്ല. 2 വയറ്റിലും ഉണ്ട്. പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിൽ പുലിയെ കണ്ടുവെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടിലപ്പള്ളിയിൽ വളർത്തുനായ കൊല്ലപ്പെട്ട തെക്കേവളപ്പിൽ ബിജുവിന്റെ വീടിന്റെ അരികിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത്. ക്യാമറ സ്ഥാപിച്ച മണിക്കൂറുകൾക്കിടയിലാണ് ആടുകളെ കൊന്നൊടുക്കിയ നിലയിൽ കണ്ടത്. കൂട്ടായി മംഗലം പാലത്തിന് സമീപത്തെ പുതിയോട്ടിപ്പറമ്പിൽ ബീബാത്തുവിന്റെ വീട്ടിലെ ഗർഭിണികളായ 2 ആടുകളെയാണ് അജ്ഞാതജീവി കടിച്ചു കൊന്നത്. കാലും തലയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാൽപാദങ്ങളും നിരീക്ഷിച്ചു. രാത്രി 11 മണിയോടെ നായ്ക്കളുടെ കുരച്ചിൽ കേട്ടതായി പ്രദേശവാസി പറഞ്ഞു. ഞാൻ സാധാരണ ഇന്നലെ പ്രത്യേക നേരത്തെ തന്നെ നായ്ക്കളും ഇത് ലാൻഡ് ചെയ്തിക്കണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 11 മണിക്ക് സ്റ്റാർട്ടിങ് ആരംഭിച്ചിരിക്കണ്. ഈ നായൻ്റെ കരച്ചിലും നായക്കുട്ടികളൊരു ഭാഗത്ത് നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഇവിടെ നടക്കുന്നത് പോലെയാണ് എനിക്ക് സിഗ്നൽ തോന്നിയത്. പക്ഷെ 2:30 മണിക്ക് ഞാൻ ഇന്നലെ എണീച്ചിരിക്കുന്നത്. 2:30 മണിക്ക് ഞാൻ ബാത്റൂമിൽ വന്നപ്പോൾ ഈ ഒരു ജീവിൻ്റെ ഒരു ശബ്ദം ഇതിൽ വെറുതെ കേൾക്കുന്നുണ്ട്. ഇതിനുള്ളിൽ നിന്ന് ആടിൻ്റെ കുളമ്പടിയാണ് ഞാൻ സാധാരണ ഇതിൽ നിന്ന് കേൾക്കൽ. പക്ഷെ കുളമ്പടിയല്ല, പക്ഷെ ആടിൻ്റെ കുളമ്പടിയും കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനെ എന്തോ ഒരു ഇതാക്കുന്നത് പോലത്തെ ഒരു ശബ്ദം. അതായത് നായല്ല എന്നുള്ളത് എനിക്ക് പരിപൂർണ്ണ ഉറപ്പാണ്. നായക്കുള്ള ശബ്ദം വേറെ തന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഈ കൂടിൻ്റെ അടുത്ത് ഇത് നേരത്തെ തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ഞാനത് പിന്നെ ടോർച്ചൊന്നും ഇല്ല. എനിക്കും ബാത്റൂമിൽ നിന്ന് കയറി ആൾ പുറത്തു വരാൻ എനിക്കൊരു പേടി. ഇത് ഇന്നറ്റ് ആക്രമിക്കോ എന്നുള്ള ഒരു ഭയമാണ്. പക്ഷെ ആടിൻ്റെ അടുത്താണ് എന്നുള്ളത് എനിക്കറിയില്ല ഈ ജീവി നിൽക്കുന്നത്. എന്ത് ജീവിയാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നായല്ല എന്നതിലേക്ക് പരിപൂർണ്ണ ഉറപ്പാണ്. പുലർച്ചെ നായ്ക്കളുടെ കുരച്ചിൽ ശബ്ദം കേട്ട് തുറന്നു നോക്കിയപ്പോൾ ആടിൻകൂട് തുറന്ന നിലയിലായിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തിയപ്പോഴാണ് 5 മീറ്റർ അകലത്തിൽ ആടിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്ന് വീട്ടുടമ ബീബാത്തു വെട്ടം ന്യൂസിനോട് പറഞ്ഞു. ഇത് ഇന്നലെ ഞങ്ങളിത് പുലർച്ചക്കാണ് നമ്മളിത് കാണുന്നത്. രാത്രി നരോളിയും ഇതൊക്കെ ഉണ്ടായിക്കുന്നു. അപ്പൊ നമുക്കിത് നോക്കാൻ പറ്റിയിട്ടില്ല, നമ്മൾ അറിഞ്ഞിട്ടില്ല. നായ്ക്കളല്ല എന്നാണ് അവർ പറയുന്നത്. ഇതിന് ഞങ്ങൾ കൂട് തുറന്ന് നോക്കുമ്പോൾ രാവിലെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കണ്ടോക്കുമ്പോൾ 2 കടിച്ചും ഇറച്ചികളൊക്കെ മുഴുവൻ തിന്നു ഇട്ടിക്കണ്. സാധാരണ നമുക്കിത് കാണാൻ പറ്റണില്ല. 2 വയറ്റിലും ഉണ്ട്. രണ്ടും വലിയ ആടുകളാണ്. കണ്ടത് ഞങ്ങളിപ്പോൾ അത് ഒരു സുബൈവാങ്ക് കൊടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ ഇതിനെ കണ്ടത്. അപ്പോൾ കുട്ടികൾ എണീച്ചിട്ട് നോക്കിയത് നായ്ക്കളെ നൊലോളി കണ്ടിട്ട് വലിയ കൂട്ടിലില്ല, ആടുകളില്ല. അപ്പൊ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ അവർ തിന്നിട്ടിരിക്കുന്നു. അപ്പൊ അത് ഇവിടെ കണ്ടതിലൊക്കെ ഇപ്പൊ തെളിവ് എന്ന് പറയാൻ നായ്ക്കളെല്ലാം ഇതിനെ കടിച്ചിട്ടിരിക്കുന്നതാണ് ഞമ്മക്കുള്ള തെളിവ്. ഈ സാധനം ഇറങ്ങിയിരിക്കുന്നതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. കാൽപ്പാടുകൾ പ്രകാരം പുലിയുടേതെന്ന് തോന്നിക്കുന്ന ജീവിയുടേതെന്നാണ് നിഗമനം. ആഴ്ചകളായി പ്രദേശവാസികൾ ഭീതിയിലാണ്. വെട്ടൻ ന്യൂസ് കൂട്ടായി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.